കോലത്തേക്ക് പോയില്ലേ? രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അമ്മ ഒരു വല്ലായ്മയോട് സീതയോട് ചോദിച്ചത്. ഒന്ന് മൂളുക മാത്രം ചെയ്ത് സീത വീണ്ടും പ്ലേറ്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരുന്നു. അത് വേണ്ടായിരുന്നു സീതേ. ഒന്നുമില്ലെങ്കിലും നമ്മളെ ഒരുപാട് സഹായിച്ചവരല്ലേ തമ്പുരാനും തമ്പുരാട്ടിയും. അമ്മ ചുവരിൽ ചാരി നിന്നുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു. ഇന്ന് ഇന്ദ്രൻ സ്കൂളിലേക്ക് വന്നാണ് പ്രശ്നമുണ്ടാക്കിയത്. അത് ഞാൻ എവിടെ ചെന്നാണ് പറയാം അമ്മേ? അവരെ നോക്കി അവൾ പറയുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ നിന്നു അമ്മ. അവളൊരു പുച്ഛത്തോടെ നോക്കി ചേച്ചിയും. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട് അമ്മേ. സീത പറയുമ്പോൾ അവളെ നോക്കി എല്ലാവരും. ഈ ഞായറാഴ്ച രാമനാഥൻ മാഷും അവരുടെ അമ്മയും അച്ഛനും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സീത പറയുമ്പോൾ എന്തിനെന്ന പോലെ നോക്കി എല്ലാവരും. രാമനാഥൻ മാഷിന് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്കും മാഷിന് ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അവർ വരുന്നത്. അവരുടെ നോട്ടം മനസ്സിലായ പോലെ സീത പറഞ്ഞതും ഓഹോ, അപ്പോൾ നിനക്ക് പ്രേമിക്കാനൊക്കെ പറ്റുമല്ലേ? ഇത്രയും കാലം അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അല്പം ദേഷ്യത്തോടെ ചേച്ചി ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ അവളെ നോക്കി സീത. മാഷിന് എന്നെ ഇഷ്ടമാണ്. എനിക്ക് മാഷിനെ ഇഷ്ടമാണ്. അന്തസ്സായി പെണ്ണ് കാണാൻ ഞായറാഴ്ച വരുന്നുണ്ട്. അല്ലാതെ ചേച്ചി ചെയ്ത പോലെ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോവാണെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയി ഏതോ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയിട്ടൊന്നുമില്ല. സീത പറയുമ്പോൾ അവളെ ദേഷ്യത്തോടെ നോക്കി ചേച്ചി. വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്ന മട്ടിൽ അമ്മയും. അമ്മേ, വേഗം കല്യാണം കഴിച്ചു പോകാനുള്ള ആഗ്രഹം കൊണ്ടല്ല. ഇനിയും ഇങ്ങനെ നിന്നാൽ ഇന്ദ്രൻ വീണ്ടും ശല്യം ചെയ്തു വരും എന്നറിയുന്നത് കൊണ്ടാണ്. അമ്മ പേടിക്കേണ്ട. സ്ത്രീധനൊന്നും മാഷ് ചോദിക്കില്ല. കുറച്ചൊക്കെ ഞാൻ ചിട്ടി പിടിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വാങ്ങാം. ബാക്കി എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് ലോൺ എടുക്കാം. എന്തായാലും അവർ വന്ന് ഇഷ്ടപ്പെട്ടാൽ വേഗം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സീത പറഞ്ഞതും ഓ, തമ്പുരാട്ടി തന്നെ എല്ലാം തീരുമാനിച്ചല്ലോ, പിന്നെ എന്തിനാ ഞങ്ങളൊക്കെ? ചേച്ചി പറയുമ്പോൾ അവളെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി പെട്ടെന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു അവൾ. നിനക്ക് മതിയായില്ലേ? അവളെ നിനക്ക് അറിയാലോ. വെറുതെ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കണ്ട. ചേച്ചിയെ നോക്കി അമ്മ പറഞ്ഞു പോകുമ്പോൾ അവരെ നോക്കി ഒരു പുച്ഛഭാവത്തോടെ ഇരുന്നു ഭക്ഷണം കഴിച്ചു അവൾ. ഈവൻ്റെ ഒരൊറ്റ നിർബന്ധം കാരണം വന്നതാ. അല്ലാതെ കോലത്തെ വേലക്കാരിയായിരുന്നവരുടെ മകളെ കല്യാണം കഴിക്കേണ്ട ഗതികേടൊന്നും പുത്തൻ വീട്ടുകാർക്ക് വന്നിട്ടില്ല. പുച്ഛം കലർന്നൊരു ഭാവത്തോടെ അല്പം ഉറക്കെ രാമനാഥൻ്റെ അമ്മ പറയുമ്പോൾ ഒരു വല്ലായ്മയോടെ എല്ലാവരെയും നോക്കി ഒരു വിളയേറെ ചിരി നൽകി നാഥൻ. സീത ദേഷ്യം കടിച്ചമർത്തി ഒന്നും മിണ്ടാതെ ചുമരിൽ ചാരി നിൽക്കുമ്പോൾ അമ്മ അവളെ ഒന്ന് നോക്കി. അവൾ എന്തെങ്കിലും പറഞ്ഞു പോകുമോ എന്നൊരു പേടി അവരിലുണ്ടായിരുന്നു. ചേച്ചി അവളെ നോക്കി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുമ്പോൾ അമ്മാവനും സീതയെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി. ആ, ഇനിയിപ്പോൾ ഇവൻ്റെ ജീവിതം ഇവനല്ലേ തീരുമാനിക്കേണ്ടത്. അതിനുള്ള പ്രായവും പക്വതയും ഇവനുണ്ടല്ലോ. ഞാനിനി എന്ത് പറയാനാ? കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ 3-4 അങ്ങോട്ട് നിശ്ചയം അങ്ങ് നടത്താം. എന്തേയ്? നാഥൻ്റെ അമ്മ പറയുമ്പോൾ എല്ലാവരുടെയും ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. എങ്കിലും സീത ആരെയും നോക്കാതെ തലതാഴ്ത്തി നിന്നു. എന്നാൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. എന്താ? അവർ പറഞ്ഞ് എഴുന്നേൽക്കാൻ തുടങ്ങിയതും എനിക്ക് സീതയോടൊന്ന് സംസാരിക്കണം. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നാഥൻ പറഞ്ഞു. എന്ത് പറയാൻ? എന്നും കാണും നിങ്ങൾക്ക്. എന്താ ഇത്ര പറയാനുള്ളത്? സംസാരിക്കാനുള്ളതൊക്കെ നാളെ സ്കൂൾ വെച്ച് കാണുമ്പോൾ പറയാം. ഇപ്പോൾ വന്ന് വണ്ടിയിൽ കയറ്. അമ്മ പറഞ്ഞതും അവളെ ഒന്ന് നോക്കി കാറിലേക്ക് കയറാൻ ഒരുങ്ങി നാഥൻ. പെട്ടെന്ന് മുന്നിലേക്കൊരു ഇരുമ്പലോടെ ബുള്ളറ്റ് വന്ന് നിർത്തിയതും അതിലിരിക്കുന്നയാളെ കണ്ടതും നാഥൻ സീതയൊന്ന് നോക്കി. ചുണ്ടിലുണ്ടായിരുന്ന സിഗരറ്റ് 2-3 തവണ വലിച്ചുവിട്ട് മുറ്റത്തേക്ക് തുപ്പി ഒരു പുച്ഛച്ചിരിയുടെ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ഉടുത്തിരുന്ന മുണ്ടതും മടക്കി കുത്തി മുന്നോട്ട് നടക്കുന്നവനെ കണ്ടതും നാഥൻ്റെ നെറ്റിയിലും കഴുത്തിലുമാകി വിയർപ്പ് കുടഞ്ഞു. മാഷ് എന്താ വീട്ടുകാരൊക്കെ ആയിട്ട് ഇവിടെ? ഗൗരവത്തോടെ മീശ പിരിച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണെന്ന് നാഥന് മനസ്സിലായിരുന്നു. അത് ഞാൻ സീതയെ കാണാൻ. നാഥൻ പതറിക്കൊണ്ട് പറയുമ്പോൾ ഈ വന്നത് ആരാണെന്ന മാട്ടിൽ ഇന്ദ്രനെ നോക്കി നാഥൻ്റെ അമ്മ. സീത ദേഷ്യത്തോടെ മുന്നിലേക്ക് നടക്കുമ്പോൾ പേടിയോടെ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് വേണ്ട എന്ന് തലയാട്ടി അവളുടെ അമ്മ. സീതയെ കാണണോ? എൻ്റെ പെണ്ണിനെ എന്തിനാ മാഷ് കാണുന്നേ? സീതയെ ഒന്ന് നോക്കി ഇന്ദ്രൻ നാഥനോട് അല്പം പുച്ഛഭാവത്തോടെ ചോദിക്കുമ്പോൾ സീതയെ തിരിഞ്ഞു നോക്കി നാഥൻ. നിങ്ങളുടെ പെണ്ണോ? നാഥൻ്റെ അമ്മ ഇന്ദ്രനെ നോക്കി ചോദിച്ചതും അതെ, എൻ്റെ പെണ്ണ്, എൻ്റെ മാത്രം പെണ്ണ്. ഇന്ദ്രൻ അത്രയും ഉറപ്പോടെ പറയുമ്പോൾ സീത അമ്മയുടെ കൈ കുടഞ്ഞ് മുന്നോട്ട് നടന്നിരുന്നു. ആരാടോ തൻ്റെ പെണ്ണ്? എനിക്ക് തന്നെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെയും എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? ഈ രാമനാഥൻ മാഷും വീട്ടുകാരും എന്നെ പെണ്ണ് കാണാൻ വന്നതാ. എനിക്ക് മാഷിന് ഇഷ്ടമാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കും. താൻ എന്തോ ചെയ്യും? നാഥനും ഇന്ദ്രനിടയിലേക്ക് കയറി നിന്ന് സീത ചോദിക്കുമ്പോൾ അവളെ നോക്കി പൂച്ഛിച്ചു ഇന്ദ്രൻ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല സീതേ. അതുകൊണ്ട് അത് വിട്. പിന്നെ ഇവളെ കെട്ടിയെടുക്കാൻ വന്ന നിന്നോടും നിന്റെ വീട്ടുകാരോടുമാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവളെ പെണ്ണ് കാണാൻ വന്നത് ഞാനങ്ങ് ക്ഷമിച്ചു. പക്ഷേ ഇവളെ കല്യാണം കഴിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ. അവന് നേരെ വിരൽ ചൂണ്ടി ഇന്ദ്രൻ പറയുമ്പോൾ സീതയും നാഥനും പരസ്പരം ഒന്ന് നോക്കി. ഒറ്റ മോനല്ലേ ഉള്ളൂ, തട്ടിക്കളയും ഞാൻ ഒരു തെളിവുമില്ലാതെ. നാഥന്റെ അമ്മയും അച്ഛനെയും നോക്കി ഇന്ദ്രൻ പറയുമ്പോൾ അവരുടെ മുഖത്ത് ഭയം മാത്രം നിറഞ്ഞു നിന്നു. ഇവളുടെ കഴുത്തിൽ ഇന്ദ്രൻ താലി കെട്ടും. അതിന് ഇവൾക്ക് സമ്മതമല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൾ ഇവിടെ നിൽക്കും. വേറെ ആരും ഇവിടെ സ്വന്തമാക്കാൻ ഇന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല.
നാട്ടിൽ വേറെ നല്ല കൊച്ചങ്ങളുണ്ടാവും, പക്ഷേ മാഷ് അവരെ ആരെങ്കിലും നോക്ക്. ഇതേ എന്റെ പ്രോപ്പർട്ടിയാണ്. പോട്ടടി സീതമ്മോ. നാദനെ നോക്കി അത്രയും പറഞ്ഞ് മീശ പിരിച്ചുകൊണ്ട് സീതയെ കൂടി നോക്കി പറഞ്ഞുകൊണ്ട് കാറിന്റെ മുന്നിൽ നിന്നും ബുള്ളറ്റ് എടുത്ത് ഒരു സിഗരറ്റ് കൂടി എടുത്ത് കത്തിച്ച് ബൈക്ക് ചുണ്ടോടെടുത്ത് എല്ലാവരും ഒന്നുകൂടെ നോക്കി ആ ബുള്ളറ്റ് എടുത്ത് പോകുമ്പോൾ ആ വണ്ടിയുടെ ശബ്ദം ദൂരേക്ക് മറഞ്ഞു പോയതും സീത നാദനെയും അവന്റെ അമ്മയും ഒന്ന് നോക്കി. നാഥാ, വണ്ടിയെടുക്ക്. അമ്മ ആരെയും നോക്കാതെ ദേഷ്യത്തോടെ പറഞ്ഞ് കാറിലേക്ക് കയറിയതും സീതയും ദയനീയതയോടെ നോക്കി ഒരു പുഞ്ചിരി വരുത്തി കാറിലേക്ക് കയറി നാഥൻ മാഷ്. അവരുടെ കാർ മുന്നോട്ട് പോകുമെന്ന് നോക്കി നിർവികാരതയോടെ നിന്നു സീത. നാഥൻ മാഷ് എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് കോൾ ചെയ്ത് കാതോരം ചേർത്ത് വെക്കുമ്പോൾ ഹൃദയം വല്ലാതെ മേടിക്കും പോലെ തോന്നി അവൾക്ക്. സീതയെ 3-4 റിങ്ങുകൾക്കപ്പുറം ഫോൺ എടുത്തതും നാഥൻ വല്ലാത്തൊരു ദയനീയമായ ഭാവത്തോടെ വിളിച്ചതും അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞൂലേ? അയാളുടെ ശബ്ദത്തിൽ ഇടർച്ച മനസ്സിലായ പോലെ സീത ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ കണ്ണുകളൊന്നും അടച്ചു അയാൾ. തന്നെ നോക്കി പുഞ്ചിരിക്കുന്നവളുടെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും മെല്ലെ മിഴികൾ തുറന്നു നാഥൻ. മാഷേ. സീത മെല്ലെ വിളിച്ചതും അയാളൊന്നും മൂളി. സാരല്ല, അമ്മയെ വിഷമിപ്പിക്കരുത്, നമുക്ക് വിധിച്ചിട്ടില്ല എന്നങ്ങ് വിചാരിച്ചാൽ മതി. അവൾ പറയുന്നുണ്ടെങ്കിലും മിഴികൾ എന്തിനോ നിറഞ്ഞുപോയി. സീതയെ, അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. നിന്നെ മറക്കാനും വേറൊരു പെണ്ണിനെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും എനിക്ക് കഴിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുകയാണ് ഞാൻ. ഒന്നുകിൽ അമ്മ, അല്ലെങ്കിൽ നീ. ആരെങ്കിലും ഒരാളെ എനിക്കിപ്പോൾ ഉണ്ടാവും. നാഥൻ പറയുമ്പോൾ മനസ്സിൽ ആദ്യമായി തോന്നിയ പ്രണയം എങ്ങനെ മറക്കും, സ്വന്തമാക്കാൻ ആഗ്രഹിച്ചവളെ എങ്ങനെ ഒഴിവാക്കും എന്ന വിഷമത്തിലായിരുന്നു അവൻ. വിട്ടേക്ക് മാഷേ, അമ്മയെ വിഷമിപ്പിക്കേണ്ട. അമ്മ പറയുന്ന കുട്ടിയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് കഴിയും, എന്നെ മറന്നേക്ക്. സീത മനസ്സിലെ വിഷമം മറച്ചു വെച്ചുകൊണ്ട് പറയുമ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ അങ്ങനെ നിന്നു. തനിക്ക് എൻ്റെ കൂടെ പോരാൻ പറ്റുമോ? പെട്ടെന്ന് നാഥൻ ചോദിക്കുമ്പോൾ അയാൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാകാതെ നിന്നു സീത. അവൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കാൻ എന്തോ മനസ്സനുവദിക്കുന്നില്ല. താൻ എൻ്റെ കൂടെ നിൽക്കുമോ? നമുക്ക് അവനെ ഒന്ന് തോൽപ്പിച്ചാലോ? നാഥൻ ചോദിച്ചതും മാഷ് എന്തൊക്കെയേ പറയുന്നേ? തോൽപ്പിക്കേ? സീത ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. സീതയെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവന് നിന്നെ കിട്ടാൻ വേണ്ടിയാണ് ഈ പരാക്രമം മുഴുവൻ കാണിക്കുന്നത്. അവൻ്റെ മുന്നിൽ എത്ര കാലം നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും? നാഥൻ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ കഴിയാതെ നിന്നുപോയി സീത. അമ്മയ്ക്ക് തന്നെ ഇഷ്ടമായിട്ടുണ്ട്, കല്യാണത്തിന് സമ്മതിച്ചതുമാണ്. ആ ഇന്ദ്രനാണ് നമുക്ക് രണ്ടുപേർക്കും ഇടയിലുള്ള തടസ്സം. അവനെയാണ് നമ്മൾ മറികടക്കേണ്ടത്. തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടോ? അവൻ ചോദിച്ചിരുന്ന് മൂളുക മാത്രം ചെയ്തു സീത. സീതയെ, നമുക്കാരും അറിയാതെ ഒരു അമ്പലത്തിൽ വെച്ച് ഒരു താലി കെട്ടിയാലോ? നീ മറ്റൊരാളുടെ ആണെന്ന് അറിഞ്ഞാൽ അവൻ പിന്നെ പിന്തിരിഞ്ഞോളും. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് ചെന്നൈ പോവാം. അവിടെ ഒരു IT കമ്പനിയിൽ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. നിനക്കും അവിടെ ഒരു ജോലി നോക്കാം. അവൻ്റെ കൺമുന്നിൽ നിന്നും കുറച്ചു കാലം മാറി നിന്നാൽ അവൻ നിന്നെ മറന്നോളും. കുറച്ചു കാലം കഴിഞ്ഞാൽ അമ്മയുടെ പിണക്കവും മാറും. ഇനി എല്ലാം നിനക്ക് തീരുമാനിക്കാം. തന്നെ കൈവിടാൻ തോന്നില്ലടോ. താൻ സമ്മതിച്ചാൽ നാളെ തന്നെ ഒരു അമ്പലത്തിൽ വെച്ച് താലി കെട്ടാം. ആരും അറിയാതെ താൻ തൻ്റെ വീട്ടിലും ഞാൻ എൻ്റെ വീട്ടിലും കുറച്ച് ദിവസം. പിന്നെ ചെന്നൈ പോകാനുള്ള ദിവസം നമുക്ക് ആരും കാണാതെ അങ്ങോട്ട് പോവാം. നാഥൻ പറയുമ്പോൾ എല്ലാം കേട്ട് എന്തു പറയുന്നു തീരുമാനമെടുക്കുവാതെ എന്നൊന്നും അറിയാതെ പകച്ചു നിന്നു സീത. സീതയെ, താൻ എന്തൊന്നും പറയാത്തേ? അവളുടെ മൗനം കുറച്ചു നേരം നീണ്ടു നിന്നതും നാഥൻ ചോദിച്ചതും മാഷേ, ഇതൊക്കെ വേണോ? ദുഷ്ടനായ അയാൾ. നമ്മുടെ വീട്ടുകാരെ അയാൾ എന്തെങ്കിലും ചെയ്യും, എനിക്ക് പേടിയാ. സീത പറഞ്ഞു. വീട്ടുകാരെ തൊട്ടൊന്നും അവൻ കളിക്കില്ല സീതേ. അവൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നും അല്ല. നീ നഷ്ടമായാൽ അവൻ അതിൻ്റെ ഭ്രാന്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുമായിരിക്കും. പിന്നെ എല്ലാവരും മറക്കും. 2-3 വർഷം കഴിഞ്ഞ് എല്ലാം ഒന്നും തടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. നാഥൻ പറയുമ്പോൾ മനസ്സ് മുഴുവൻ അവളുടെ വീട്ടുകാർ മാത്രമായിരുന്നു. അമ്മയും അനിയനും ചേച്ചിയും. ഞാൻ പോയ അവരുടെ അവസ്ഥ മാഷേ, ഞാനൊന്ന് ആലോചിച്ച് പറയാം. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. സീത പറഞ്ഞു. തീരുമാനം എത്രയും പെട്ടെന്ന് എടുക്കണം സീതേ. നിൻ്റെ ഒരു തീരുമാനത്തിലാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതം കിടക്കുന്നത്. നാഥൻ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ കട്ടിലേക്ക് തളർന്നിരുന്നു പോയി സീത. ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷം എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. നാളെ ദേവീക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടാം എന്ന് നാഥന് മെസ്സേജ് അയച്ചു. ഫോൺ അവിടെ വെച്ചു. പുറത്തേക്ക് നടന്ന് പുറത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരിയെടുത്ത് മുഖത്തേക്ക് തെളിക്കുമ്പോൾ മനസ്സിൽ ഇന്ദ്രനോടുള്ള പക മാത്രമായിരുന്നു. അവനെ തോൽപ്പിക്കണമെന്ന ചിന്ത മാത്രം. പിറ്റേന്ന് കണ്ണൊന്ന് നീട്ടി എഴുതി ഉള്ളതിലൊരു പുതിയ സെറ്റ് സാരി ഉടുത്ത് നെറ്റിയിലൊരു ചുവന്ന കുഞ്ഞു പൊട്ടും കുഞ്ഞി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. പേടിയും സന്തോഷവും ടെൻഷനും വിഷമവും എല്ലാം മുകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിക്കാൻ പോലും കഴിയാതെ നിന്നുപോയി അവൾ. അതെ, ഇന്ന് തൻ്റെ കല്യാണമാണ്. ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ താലി ഇന്ന് തൻ്റെ കഴുത്തിൽ വീഴും. അതിൻ്റെ സന്തോഷമുള്ള നിറയെ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇത് ഇന്ദ്രനെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്നാലോചിച്ച് വല്ലാതെ പേടിയും തോന്നി അവൾക്ക്. അമ്മയും വീട്ടുകാരും ആരുമില്ലാതെ ഇങ്ങനൊരു കല്യാണം നടക്കുന്നത് ആലോചിച്ച് വല്ലാത്ത വിഷമവും ഉണ്ടെങ്കിലും എല്ലാം നല്ലതിന് വേണ്ടിയാവുമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു സീത. റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്മയെ ഒന്ന് ചുറ്റും നോക്കി അവൾ.
അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ടതും അവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചവൾ അങ്ങോട്ട് ചെന്ന് കണ്ടു. രാവിലത്തെ പ്രാതലുണ്ടാക്കുന്ന തിരക്കിൽ അടുക്കളയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതിയിൽ നടന്ന് ഓരോ ജോലിയും ചെയ്യുന്ന അമ്മയെ വാതിൽക്കൽ നിന്നും സീത വിളിക്കുമ്പോൾ മുഖത്തെ പരിഭ്രമം അമ്മ കാണാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നവൾ. സീത വിളിക്കുന്ന കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി അമ്മ. നീ ഇത്ര നേരത്തെ സ്കൂളിലേക്ക് പോകാൻ റെഡിയായോ? എന്താ സ്പെഷ്യൽ ക്ലാസ് വല്ലതും ഉണ്ടോ? അവളെ ഒന്ന് അടിമുടി നോക്കി അമ്മ സാരി തലപ്പിൽ കൈ തുടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചതും സ്പെഷ്യൽ ക്ലാസ് ഒന്നും അല്ല അമ്മേ, ഒന്ന് അമ്പലത്തിൽ പോകണം, കുറച്ചായി അമ്പലത്തിൽ പോയിട്ട്. അവരെ നോക്കാതെ അവൾ പറയുമ്പോൾ അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുന്നത് നല്ലതാ സീതേ, മനസ്സൊന്ന് ശാന്തമാവും. എനിക്കും വരണമെന്നുണ്ട്, പക്ഷേ ഇന്ന് ജോലിയൊന്നും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒരുമിച്ച് പിന്നൊരു ദിവസം പോവാം. ഒരു ഗ്ലാസ് ചായ അവൾക്ക് നേരെ നീട്ടി. അവർ പറഞ്ഞതും ഒന്ന് തലയാട്ടി അവൾ അത് വാങ്ങി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ചായ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ച് അല്പമായി കുടിക്കുമ്പോൾ അമ്മയോടെല്ലാം പറഞ്ഞാലോ എന്നവൾ ചിന്തിച്ചു. എങ്കിലും ഇപ്പോൾ എല്ലാം രഹസ്യമായിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി അവൾക്ക്. ചായ കുടിച്ച് ഗ്ലാസ് റാക്കിന് മുകളിൽ വെച്ച് അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അമ്മയെ അവൾ വിളിച്ചതും അടുപ്പിലൂതിക്കൊണ്ടിരുന്നവർ ഒന്ന് നിവർന്ന് അവളെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും എന്താ എന്താ മോളെ, അവർ ചോദിച്ചു തീരും മുന്നേ അവരുടെ കാലിലേക്ക് വീണവൾ അവരൊരു കാല് തൊട്ട് വന്നിച്ചു. എന്താണ് അവൾക്ക് പറ്റിയതെന്ന് മനസ്സിലായില്ല. എങ്കിലും അവരവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എൻ്റെ മോൾക്ക് നല്ലതേ വരൂ, എല്ലാം നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി എൻ്റെ കുട്ടി. അവളുടെ തലയിൽ തലോടി അവർ പറഞ്ഞതും അവരെ ഇറുകെ കെട്ടിപ്പിടിച്ചവൾ ഞാൻ പോയിട്ട് വരാം അമ്മേ. നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചവൾ തിരിഞ്ഞു നടന്നു. സീതയെ പെട്ടെന്ന് അമ്മ വിളിച്ചതും തിരിഞ്ഞു നോക്കാൻ നിന്നു അവൾ. അവർ അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലായി ഒരു 50 രൂപ വെച്ചു കൊടുത്തു. അവിടെ പൂ വിൽക്കുന്ന സുമതി ചേച്ചി ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് ഇതുകൊണ്ട് കുറച്ച് മുല്ലപ്പൂ വാങ്ങി തലയിൽ വെച്ച് വേണം അമ്പലത്തിൽ പോവാൻ. വളരെ സ്നേഹത്തോടെ അവർ പറഞ്ഞതും അവരെ നോക്കി പുഞ്ചിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയവൾ. കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. അതുകൊണ്ട് തന്നെ മാഷ് വരും മുന്നേ അങ്ങോട്ട് എത്തണം എന്ന ചിന്തയോടെ ധൃതിയിലാണ് അവൾ നടക്കുന്നത്. പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ജീപ്പിൻ്റെ ഹോൺ കേട്ടതും ഒന്ന് തിരിഞ്ഞു നോക്കി അവൾ. അവളുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവളെ ഒന്ന് ആകെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുന്ന ഇന്ദ്രനെ കണ്ടതും അവനെ നോക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൾ മുഖം വെട്ടിച്ചു. വെള്ളമുണ്ടും വെള്ള ജുബയുമാണ് അവൻ്റെ വേഷം. കഴുത്തിലെ സ്വർണ്ണമാലയും അതിനറ്റത്തുള്ള രുദ്രാക്ഷവും നെഞ്ചിലങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. മീശയും താടിയും വെട്ടിയൊതുക്കി മുടി മേലേക്ക് ചീകി ഒതുക്കി നിൽക്കുന്നവനെ ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകും. ആ വേഷവും തലയെടുപ്പും കണ്ടാലേ അവനൊരു കൊച്ചു തമ്പുരാനാണെന്ന് പറയാതെ തന്നെ അറിയും. എങ്ങോട്ടാ സീത തമ്പുരാട്ടി? അമ്പലത്തിലേക്കാണോ? എന്നാ കയറിക്കോ, ഞാനും ആ വഴിക്കാം. അവളെ നോക്കി അവൻ പറഞ്ഞതും അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി അവൾ മുന്നോട്ട് നടന്നതും അവളുടെ പിന്നാലെ മെല്ലെ വണ്ടി ഓടിച്ച് അവനും കൂടി. സത്യം പറയാലോ സീതമ്മേ, നിന്നെ ഇങ്ങനെ കാണുമ്പോൾ എടുത്ത് ജീപ്പിലിട്ട് നേരെ അമ്പലത്തിൽ പോയി ഒരു താലി ഈ കഴുത്തിൽ അങ്ങോട്ട് കെട്ടാൻ തോന്നുക എനിക്ക്. അവൻ പറയുമ്പോൾ അവൾ ചുറ്റുമൊന്ന് നോക്കി നടത്തതിൻ്റെ വേഗത കൂട്ടി. സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ, നിനക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ട്. ഒതുക്കമുള്ള ശരീരത്തിൽ വളരെ വൃത്തിയായി ചുറ്റിയ സാരിയും പൊട്ടും വിടർത്തിയിട്ട മുടിയിൽ അല്പം മാത്രം എടുത്ത് കുളിപ്പിനിലിട്ട മുല്ലപ്പൂ ചൂടിയ അരവരെയുള്ള അവളുടെ കാർക്കൂന്തിലേക്കും എല്ലാം നോക്കി അവൻ പറഞ്ഞതും നിങ്ങളൊന്ന് പോയേ, ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാതെ. അവൾ അവനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. ആളുകൾ എന്തോന്ന് പറയാൻ, നീ എൻ്റെ പെണ്ണാ, അതുകൊണ്ട് എനിക്ക് നിന്നോട് മിണ്ടാനും കൂടി നടക്കാനും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നീ കയറടി, ഞാൻ അമ്പലത്തിലാക്കി തരാം. അവൻ പറഞ്ഞു. ഒന്നും വേണ്ട, നിങ്ങളൊന്ന് പോയി തന്നാൽ മതി. അവന് നേരെ കൈകൾ കൂപ്പി അവൾ പറഞ്ഞതും ഒരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അവൻ ജീപ്പിൻ്റെ സ്പീഡിൽ വിട്ട് പോയതും നെഞ്ചിൽ കൈവച്ചൊന്ന് ആശ്വാസത്തൊരു ശ്വാസം എടുത്തു വിട്ടു അവൾ. കുറച്ചുകൂടെ നടന്ന് അമ്പലത്തിലെത്തിയതും അവൾ ഓരോ പടികളും ഓടി മുകളിലേക്ക് കയറി. ഒരു ശത്രു സംഹാരം, പിന്നെ ഒരു ദീർഘസുമംഗലി പൂജയും. അയാൾക്ക് നേരെ കുറച്ച് കാശ് നീട്ടി സീത പറഞ്ഞതും അവളെ ഒന്ന് നോക്കി അയാൾ. കല്യാണം കഴിഞ്ഞ ആളുകളാണല്ലോ സുമംഗലി പൂജ ചെയ്യാറുള്ളത്, ഇതിപ്പോൾ എന്താ സീത? അയാൾ ചോദിച്ചതും അതൊക്കെയുണ്ട്, കല്യാണത്തിന് മനസ്സൊരുങ്ങി നിൽക്കുന്നവരും ഈ പൂജ ചെയ്യാറില്ലേ? അവൾ പുഞ്ചിരിയോട് ചോദിക്കുമ്പോൾ അയാൾ പുഞ്ചിരിയോടെ തന്നെ രസീത് എഴുതി അവളുടെ നേർക്ക് നീട്ടി. അവൾ അതും വാങ്ങി നേരെ ദേവിയുടെ മുന്നിൽ പോയി നിന്നു. കണ്ണടച്ച് കൈകൾ കൂപ്പി നിന്നു. ദേവി കാത്തോളനെ, എനിക്ക് എന്താണ് നല്ലതെന്നും എന്താണ് ഇനിയുള്ള എൻ്റെ ജീവിതമെന്നും നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയില്ല. പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവാണ്, എന്നെ അനുഗ്രഹിക്കണേ. കണ്ണുകളടച്ചു പിടിച്ച് മനസ്സൊരുക്കിയവൾ പറയുന്നതും അകത്തു നിന്നും അവളെ അനുഗ്രഹിച്ചെന്ന പോലെ മണി മുഴങ്ങി. കണ്ണുകൾ അടച്ചു നിന്നവളുടെ അടുത്തായി ആരോ നിൽക്കും പോലെ തോന്നിയതും മാഷ് വന്നു എന്ന് കരുതി പുഞ്ചിരിയുടെ കണ്ണുകൾ തുറന്നവൾ ചിരിഞ്ഞു നോക്കിയതും അടുത്തുള്ള ആളെ കണ്ടൊന്ന് ഞെട്ടി 2 അടി പിറകിലേക്ക് നീങ്ങിയവൾ. പേടി കൊണ്ട് കഴുത്തും നെറ്റിത്തടവും വിയർത്തു തുടങ്ങി. അവളെ നോക്കാതെ തൊഴുതു നിൽക്കുന്നവരെ കണ്ട് എന്ത് ചെയ്യുന്നറിയാതെ പകച്ചു നിന്ന് പോയി സീത. അടുത്തായി നിൽക്കുന്നവരെ കണ്ടതും പെട്ടെന്ന് ഞെട്ട് 2 അടി മാറി നിന്നു സീത. എന്നാൽ അവളെ നോക്കാതെ കണ്ണുകളടച്ച് മുന്നിലേക്ക് തന്നെ നോക്കി തൊഴുതു നിൽക്കുകയാണ് അവർ. അല്പസമയത്തിന് ശേഷം മെല്ലെ കണ്ണുകൾ തുറന്ന സീതയും തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്നവളെയാണ് അവരെ കണ്ടത്. ഇന്ന് നാഥനും സീതയും കല്യാണം കഴിക്കാൻ പോവാണ് അല്ലേ? പൂജാരി കൊടുത്ത പ്രസാദത്തിൽ നിന്നും അല്പമെടുത്ത് നെറ്റിയിലേക്ക് തൊട്ടുകൊണ്ട് യാതൊരു ഭാവവ്യത്യാസമില്ലാതെ പറഞ്ഞതും അമ്പരപ്പോടെ അവരെ നോക്കിയവൾ.
ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ സീത ഇപ്പോൾ ആലോചിക്കുന്നേ? അവൻ്റെ അമ്മയല്ലേ ഞാൻ. അവനെന്തെങ്കിലും കള്ളം കാണിക്കുന്നുണ്ട് എന്ന് ആദ്യം അറിയുന്നത് ഞാനാവില്ലേ? അവളെ നോക്കി അവർ പറയുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാതെ തല താഴ്ത്തിരുന്നു സീത. അവൻ്റെ പതിവില്ലാത്ത ടെൻഷനും വെപ്രാളവും എല്ലാം കണ്ടപ്പോൾ ഒരു സംശയം തോന്നി. അവൻ കുളിക്കാൻ പോയപ്പോൾ അവൻ്റെ ഫോണും നോക്കിയതാണ് ഞാൻ. അപ്പോഴാ സീതയുടെ മെസ്സേജ് കണ്ടത്. അവർ പറയുമ്പോൾ എന്താണ് അവരുടെ മനസ്സിലെന്നറിയാതെ കുഴഞ്ഞുപോയി സീത. ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ സീതയ്ക്ക്? അങ്ങനെ ശരിയാണെന്ന് തോന്നുമെങ്കിൽ പിന്നെ എന്തിനാ ആരും കാണാതെ ഇങ്ങനെയൊരു കല്യാണം? അപ്പോൾ സീതയ്ക്കറിയാം ചെയ്യാൻ പോകുന്നതിൻ്റെ ഭവിഷ്യത്ത്. അവർ പറയുമ്പോൾ തെറ്റ് ചെയ്തൊരു കുട്ടിയെപ്പോലെ നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല കുട്ടി നിന്നെ വേണ്ടാന്ന് പറഞ്ഞത്. ഇന്ദ്രനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. നീയും അവനും കരുതും പോലെ ഒരു നിസ്സാരക്കാരനല്ല അവൻ. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും എവിടെ പോയി ഒളിച്ചാലും അവൻ നിങ്ങളെ തേടി വരും. നിങ്ങളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാരുടെ മേലെ അവൻ്റെ ദേഷ്യം തീർക്കും. നിങ്ങൾ കാരണം രണ്ട് കുടുംബമാണ് തകരാൻ പോകുന്നത്. നാഥൻ്റെ താലി നിൻ്റെ കഴുത്തിലേക്ക് വീഴുമ്പോൾ അതുകൂടി നിൻ്റെ മനസ്സിൽ ഓർക്കണം. ഞാൻ പോട്ടെ, ഞാൻ നാഥൻ ഇപ്പോൾ വരും. അവൻ വരുന്നതിന് മുന്നേ സീതയെ കണ്ട് ഇതെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. അവൻ്റെ തലയിൽ ഇതൊന്നും കയറില്ല. പ്രേമം മൊത്തം നിൽക്കുമല്ലേ. ഇനിയെല്ലാം സീതയുടെ കയ്യിലാണ്. ഏക മകൻ്റെ കല്യാണം ഇങ്ങനെ കഴിയാൻ ആയിരിക്കും വിധി. കണ്ണുകൾ തുടച്ച് സീതയുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോകുന്നവരെ കണ്ടതും തകർന്ന മനസ്സോടെ അവരെ തന്നെ നോക്കി നിന്നു സീത. എന്ത് ചെയ്യണമെന്നോ എന്ത് തീരുമാനം എടുക്കണമെന്നോ അറിയാതെ പകച്ചു നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും നാഥൻ മാഷിൻ്റെ ശബ്ദം കേൾക്കുന്നത്. സീതയെ കുറച്ച് വൈകിപ്പോയടോ. ആരെങ്കിലും കണ്ടല്ലെന്ന് വിചാരിച്ച് ഇന്നലെ താലി വാങ്ങിയില്ലായിരുന്നു. വരും വഴിയാണ് വാങ്ങിയത്. പോക്കറ്റിൽ നിന്നും കുഞ്ഞൊരു പെട്ടിയെടുത്ത് അവനത് പുഞ്ചിരിയോടെ തുറക്കുമ്പോൾ നിറമിഴിയോടെ അതൊന്ന് നോക്കി സീത. വാ, സമയമായില്ലേ? സീതയുടെ കയ്യിൽ പിടിച്ച് നാഥൻ പറഞ്ഞതും അവനിൽ നിന്നും കൈവലിച്ചു രണ്ടടി പിറകിലേക്ക് നീങ്ങി നിന്ന് അവൾ വേണ്ട എന്ന് തലയാട്ടി. അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ നാഥനും ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. സീതയെ അവൻ വിളിച്ചതും വേണ്ട മാഷേ, ഈ താലി എനിക്ക് വേണ്ട. നമ്മുടെ കല്യാണം നടക്കാൻ പാടില്ല. അത് നടന്നാൽ എനിക്കും മാഷിനും നമ്മുടെ വീട്ടുകാർക്കല്ല സങ്കടം മാത്രമേ ഉണ്ടാവൂ. സീത നിറഞ്ഞ മെഴികൾ ഒരു കയ്യാൽ തുടച്ചുകൊണ്ട് പറഞ്ഞതും നീ എന്തൊക്കെ ഈ പറയുന്നേ? എല്ലാം നമ്മൾ ഇന്നലെ തീരുമാനിച്ചതല്ലേ? അവളുടെ അടുത്തേക്ക് അല്പം നീങ്ങി നിന്നുകൊണ്ട് നാഥൻ പറഞ്ഞതും ശരിയാണ്, എല്ലാം പറഞ്ഞതാ. മാഷ് പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാണെന്ന് എനിക്കും തോന്നിയതാ. പക്ഷേ ഇപ്പോൾ ഈ തീരുമാനം എടുത്താൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം, നമുക്ക് പിരിയാം. അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. മാഷിന് എന്നേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ കിട്ടും, ഞാൻ പ്രാർത്ഥിക്കാം. അതും പറഞ്ഞ് അവനിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് നടക്കുമ്പോൾ മനസ്സിൽ അത്രയും കാലം ഞാൻ സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ആ നടയിൽ ഉപേക്ഷിച്ചിരുന്നു അവൾ.